വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നായിരിക്കും അല്ലേ? നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയിരിക്കുന്നതോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെച്ചാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്, നമുക്ക് കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റുമാണ്. അപ്പം ഈ ഒരു ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുമാണ് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണം. അപ്പോൾ നമുക്ക് ഈ ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 3-4 ഉരുളക്കിഴങ്ങാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങ്. മിക്കവാറും ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ കറികളൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വട ഉണ്ടാക്കി നമ്മൾ 4 മണിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഉരുളക്കിഴങ്ങ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തവർക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഈ 4 ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകിയെടുത്ത് ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ ഇത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ചീകിയെടുക്കാം, ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ചുരണ്ടിയെടുത്താലും മതി. എളുപ്പത്തിൽ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. 4 ഉരുളക്കിഴങ്ങും ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കട്ടെ. ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവൻ ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോടു കൂടി തന്നെ, ഇതിന് കുറച്ച് വെള്ളമയം ഉണ്ടല്ലോ, അതെല്ലാം ഇതിനെ ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കുക. വടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയായി അരിഞ്ഞിരിക്കുന്ന ഒരു 2 വലിയ സബോള, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, കുറച്ച് ഉണക്കമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ നല്ല പൊടിയായി അരിഞ്ഞത് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 മുതൽ 2 വരെ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ള ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഉരുളക്കിഴങ്ങിനകത്തോട്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഉരുളക്കിഴങ്ങിന് നന്നായിട്ട് വെള്ളം ഉണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇവയെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക, അതായത് നല്ല മൊരിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് റവയോട് നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ റവയാണ് ചേർത്തിരിക്കുന്നത്. ഇത് വറുത്തതോ വറക്കാത്തതോ നമുക്ക് ചേർക്കാം. ഇനി ഇതും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉടനെ തന്നെ നമുക്കിതിൻ്റെ വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം വടയുടെ ഷേപ്പിൽ ഒന്ന് പരത്തി നമുക്കൊരു പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മാവും ഇതുപോലെ തന്നെ ഒരു വടയുടെ ഷേപ്പിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫ്രൈ പാൻ ഏതെങ്കിലും വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് ഇത് വട ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ
വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട ഓരോന്നും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണിത്. നമ്മുടെ എന്താ പറയുന്നത്, മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് തന്നെ വേണം ഗ്യാസിൻ്റെ നോബ് വയ്ക്കാനായിട്ട്. അധികം ചൂട് വേണ്ട. ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വട കുറേശ്ശെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് സൈഡും മൊരിയിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറി നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വടയുടെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് വരുന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വടയുടെ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വടയും ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് മൊരിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രുക്മ കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് കാണും. ഓൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് അറിയാനും പറ്റും. അപ്പോൾ ഏതാണ്ട് 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ റവയൊക്കെ ചേർത്തോണ്ട് നല്ല ക്രിസ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഇതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇതിന്. എന്തായാലും നമുക്ക് 2 സൈഡും മൊരിഞ്ഞ് വന്ന സ്ഥിതിക്ക് നമുക്കിതിനി കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വടയുടെ 2 സൈഡ് നന്നായിട്ട് ഇതേ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി എടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇടുമ്പോൾ നമ്മുടെ തീയൊക്കെ നന്നായിട്ടൊന്ന് ഹൈയിലോട്ട് തന്നെ വെച്ച് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് 2 സൈഡും മൊരിയിച്ചെടുക്കാം. അപ്പം 2 സൈഡും നന്നായി മൊരിഞ്ഞ് വന്നു. നമ്മൾ രണ്ടാമതിട്ടതും അത് നമുക്കൊരു ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മാവും കൂടെ ഞാൻ വടയുടെ ഷേപ്പിലാക്കി വടയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമായിരിക്കും ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.